കേരളം ആര് ഭരിക്കും? ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ നാളെ. കേരളത്തിന്റെ ജനവിധി നാളെ അറിയാനിരിക്കെ ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. മന്ത്രിസഭാ യോഗത്തിൽ എല്ലാവർക്കും വിജയാശംസ നേർന്ന മുഖ്യമന്ത്രി തുടർ ഭരണത്തിന്റെ പ്രതീക്ഷയിലാണ്. 85 മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. കണക്ക് കൂട്ടിയതിനപ്പുറം സീറ്റെന്ന എക്സിറ്റ് പോളുകൾ BJP ക്യാമ്പിന് ആവേശം നൽകുന്നു. കേരളം ഇനി ആര് ഭരിക്കും? എണ്ണി കൂട്ടിവെച്ച കണക്കുകൾ പിന്നിട്ട് എക്സാക്ട് ഫലത്തിന് ഒരു ദിവസത്തിന്റെ മണിക്കൂറുകളുടെ അകലം മാത്രം. ക്യാബിനറ്റ് യോഗത്തിന്റെ അവസാനം സഹപ്രവർത്തകർക്ക് വിജയാശംസ നേർന്ന പിണറായി വിജയൻ. പോളിംഗ് തീർന്നത് മുതൽ ഇടതുപാളയത്തിൽ ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി. ഒറ്റ എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവചിച്ചില്ലെങ്കിലും പിണറായിയുടെ കണക്ക് വേറെ. 80-ൽ താഴെ, 72-നും 75-നും ഇടയ്ക്ക് വരെ സീറ്റിലെങ്കിലും ഭരണ തുടർച്ച. അതാണിപ്പോൾ ഇടത് കേന്ദ്രങ്ങളിലെ ലാസ്റ്റ് പ്രതീക്ഷ. എന്നാൽ വോട്ട് പെട്ടിയിലായതു മുതൽ അധികാരം ഉറപ്പിച്ചിരുന്നു UDF. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുന്നു. മുൻപ് 100 സീറ്റ് വരെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുന്നണി നേതാക്കളോട് പങ്കുവെക്കുന്നത് 85-നും 90-നും ഇടയ്ക്ക് സീറ്റ്. തരംഗമെങ്കിൽ 90 കടന്ന് നോർത്ത് ബ്ലോക്കിലേക്ക് ത്രിവർണ്ണ പതാക. 2 സീറ്റ് ഉറപ്പിച്ച BJPക്ക് ഓണം ബമ്പറാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. 7-ഉം 11-ഉം കടന്ന് 14 വരെ സീറ്റുകൾ. എവിടെയാണെന്നൊന്നും കൃത്യമായി പറയാനാവില്ലെന്ന് പറയുന്ന പാർട്ടി നേതാക്കൾ ഉഷാറിൽ. നിയമം കഴക്കൂട്ടത്തിനപ്പുറം തൃശൂർ, നാട്ടികം, കാട്ടാക്കടയടക്കം പലയിടത്തും അട്ടിമറി പ്രതീക്ഷിക്കുന്ന താമരക്കൂട്ടം പ്രവചനങ്ങൾ തെറ്റിച്ച് ആരെങ്കിലും കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലെത്തുമോ? അതോ ഭരണകക്ഷിക്ക് നേരിയ ഭൂരിപക്ഷമോ അതുമല്ലെങ്കിൽ തൂക്കുസഭയോ? ടെൻഷന്റെ പരകോടിയിലാണ് രാഷ്ട്രീയ കേരളം. 50-ലേറെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നതായി CPM വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവും ബന്ധങ്ങളും ഫലപ്രദമായ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ കഴിയുകയെന്നും CPM വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് അടുത്തുവെന്ന എക്സിറ്റ് പോൾ ഫലവുമായി യോജിക്കുന്ന വിലയിരുത്തലാണ് ഇത്. അതേസമയം ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ CPMന് അനുകൂലമായ നിലപാട് തുടരുമെന്നും CPM കണക്ക് കൂട്ടുന്നു. നിശ്ചിത വോട്ടുകൾ CPM കണക്ക് കൂട്ടുന്നില്ല. 12% BJP വോട്ടുകൾ വർദ്ധിച്ചത് അനുകൂലമാവുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുമെങ്കിലും ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് തുടർഭരണത്തിന്റെ ശക്തമായ സൂചനകളാണെന്നാണ് LDF വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ പിണറായി വിജയനാണെന്നുമുള്ള ഫലങ്ങളിലാണ് CPM പ്രതീക്ഷ. സുരക്ഷിത സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിലും നേതാക്കൾ ആവർത്തിക്കുന്നത്. എക്സിറ്റ് അല്ല ഇൻ തന്നെ എന്ന് ആവർത്തിക്കാൻ ഇടത് നേതൃത്വം നിരത്തുന്നത് പല കാരണങ്ങളാണ്. പുറത്തുവന്ന സർവേകളെല്ലാം പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അത് തന്നെയാണ് ഇടത് പ്രതീക്ഷയെന്നും നേതാക്കൾ പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ഏറെ ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ പേരാണ്. ഒരാശങ്കയും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് സർവേ എന്നാണ് പൊതു വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷവും 2021-ലേതിന് സമാനമായ 100 സീറ്റ് അവകാശവാദമൊന്നും LDF കണക്കിലുണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ ഏകീകരണവും മതസാമുദായിക നിലപാടുകളും എല്ലാം സമ്മതിച്ചാലും അതൊരു സംസ്ഥാന വ്യാപക പ്രതിഭാസമെന്നത് ഇടതുമുന്നണി സമ്മതിക്കുന്നില്ല. 56 CPM MLA-മാരടക്കം സിറ്റിംഗ് സീറ്റുകളിലെ മത്സരവും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എല്ലാം വിലയിരുത്തിയാണ് സുരക്ഷിത ഭരണം ഉറപ്പിക്കുന്ന സീറ്റ് കണക്ക് ഇടത് ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. 60 സീറ്റിൽ ഉറച്ച വിജയപ്രതീക്ഷയും 30ഓളം സീറ്റിലെ കടുത്ത മത്സരവും കണക്കിലെടുത്താൽ പോലും തുടർ ഭരണമല്ലേ എന്നാണ് ഈ കണക്കിന്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രി അടക്കം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും ഇടത് ക്യാമ്പിന് നൽകുന്നത് ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും ഒരു എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവചിക്കാത്തത് നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്.